നമസ്കാരം. ജമ്മു കശ്മീരിലെ റിയാസി, റംബാൻ ജില്ലകളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിലും മേഘവിസ്ഫോടനത്തിലും ഒരു കുടുംബത്തിലെ 7 പേർ ഉൾപ്പെടെ 10 പേർ മരിച്ചു. റിയാസിൽ മണ്ണിടിഞ്ഞ് വീണ് തകർന്നാണ് ഒരു കുടുംബത്തിലെ 7 പേർ മരിച്ചത്. ബദർ ഗ്രാമത്തിലെ നസീർ അഹമ്മദിന്റെ വീടിനുള്ളിലാണ് രാത്രിയിൽ മണ്ണിടിച്ചിലുണ്ടായത്. നസീർ അഹമ്മദ്, ഭാര്യ, 5 കുട്ടികൾ എന്നിവരാണ് മരിച്ചത്. 5-നും 13-നും ഇടയിലുള്ള പ്രായമുള്ള കുട്ടികളാണ് മരണപ്പെട്ടത്. രക്ഷാപ്രവർത്തകർ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായാണ് റിപ്പോർട്ട്. റബാനിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് 3 പേർ മരിച്ചു. റബാൻ ജില്ലയിലെ രാജ്ഗൃഹ് ഗ്രാമത്തിലാണ് മേഘവിസ്ഫോടനമുണ്ടായത്. പിന്നാലെ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുമുണ്ടായി. ഒട്ടേറെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കാണാതായ ഒരാൾക്ക് തിരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളായി തുടർച്ചയായ പ്രകൃതിക്ഷോഭങ്ങളിൽ 160-ലധികം പേരാണ് ജമ്മു കശ്മീരിൽ മാത്രം കൊല്ലപ്പെട്ടത്. ഇവരിൽ ഭൂരിഭാഗവും തീർത്ഥാടകരാണ്. അടിസ്ഥാന സൗകര്യങ്ങൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഠിനമായ കാലാവസ്ഥയെ തുടർന്ന് ജമ്മുവിലെ ഖത്രയിൽ നിന്നും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള ട്രെയിൻ സർവീസുകൾ 5-ാം ദിവസം നിർത്തിവച്ചിരിക്കുകയാണ്. ശ്രീനഗർ ജമ്മു ദേശീയപാതയും അടച്ചു. ഇത് എപ്പോൾ വീണ്ടും തുറക്കുമെന്നത് ഇപ്പോൾ പറയാനാകില്ലെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ജമ്മു ഡിവിഷനിലുടനീളമുള്ള എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കും ഓഗസ്റ്റ് 30 വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 9 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ നടത്തുവാനുള്ള സാധ്യതയും വിലയിരുത്തുന്നുണ്ട്. വ്യാഴാഴ്ച ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള മേഖലയിലെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുകയും 2 ദിവസത്തെ തുടർച്ചയായ മഴ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. 2014-ലെ വിനാശകരമായ വെള്ളപ്പൊക്കവുമായുള്ള സമാനതകൾ എടുത്തുകാട്ടിയ അദ്ദേഹം കഷ്ടിച്ചാണ് ജമ്മു കശ്മീർ രക്ഷപ്പെട്ടതെന്നും പറയുകയുണ്ടായി. തുടരുന്ന മഴ സമാനമായ ദുരന്തത്തിന് കാരണമായേക്കാമെന്നും ചൂണ്ടിക്കാട്ടുന്നു. കനത്ത മഴയും വെള്ളപ്പൊക്കവും മൂലം കർണാടകയിലെ ബലഗാവി ജില്ലയിലെ കർഷകർക്ക് 61,000 ഹെക്ടറിലധികമാണ് വിളനാശം സംഭവിച്ചതായി പ്രാഥമിക കണക്കുകളും വ്യക്തമാക്കുന്നത്. മഴ നിലച്ചു കഴിഞ്ഞാൽ റവന്യൂ, കൃഷി, ഹോർട്ടിക്കൾച്ചർ ഉദ്യോഗസ്ഥർ സംയുക്തമായി ഫീൽഡ് സർവേ നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഏകദേശം 32,000 ഹെക്ടറിലെ പച്ചപ്പയർ വിളയ്ക്കാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏകദേശം 13,000 ഹെക്ടറിലെ ചോളം, 3,600 ഹെക്ടറിലെ സോയാബീൻ, ഏകദേശം 1,500 ഹെക്ടറിലെ ഹോർട്ടിക്കൾച്ചർ വിളകൾ, ഏകദേശം 12,000 ഹെക്ടറിലെ മറ്റു വിളകൾ എന്നിവ വിളവെടുക്കുവാൻ കഴിയുന്നില്ല. മഴ കുറഞ്ഞു കഴിഞ്ഞാൽ വിള വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതിനാൽ കരിമ്പ് വിളയുടെ നാശനഷ്ടം ഇതുവരെ കണക്കാക്കിയിട്ടില്ല. മഴ നിലച്ചതിനു ശേഷം സംയുക്ത സർവേ ആരംഭിക്കുമെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ മുഹമ്മദ് റോഷൻ അറിയിച്ചു. സർക്കാർ മാനദണ്ഡങ്ങൾക്കനുസൃതമായി കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണ നദിയിലെയും അതിന്റെ പോഷക നദികളിലെയും ജലനിരപ്പ് ഓഗസ്റ്റ് 28-ന് കുറഞ്ഞിരുന്നു. വടക്കൻ കർണാടകയിലും മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിലും മഴ കുറഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ജലസംഭരണികളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നത് ഗണ്യമായി കുറഞ്ഞു. മഹാരാഷ്ട്രയിൽ നിന്ന് തുറന്നുവിട്ട മൊത്തം വെള്ളം ഏകദേശം 74,820 ക്യൂസെക്സ് ആയിരുന്നു. ഇത് ഓഗസ്റ്റ് 27-നെ അപേക്ഷിച്ച് 23,823 ക്യൂസെക്സ് കുറവാണ്. ഇതിനിടെ കേരളത്തിൽ ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെപ്റ്റംബർ 4-ന് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പുതിയ പ്രവചനം. ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളതായി പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. സെപ്റ്റംബർ 4-നാണ് ഉത്രാടം. ഇതിന് പിന്നാലെയുള്ള തിരുവോണം, അവിട്ടം, ചതയം ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ പ്രവചനത്തിൽ പറയുന്നുണ്ട്. പ്രവചനം ശക്തമായാൽ ഇക്കുറി ഓണം വെള്ളത്തിലാകുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും 31 വരെയും മത്സ്യബന്ധനത്തിന് പോകുവാൻ പാടില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് മധ്യ-കിഴക്കൻ അറബിക്കടൽ, തെക്കു-കിഴക്കൻ, തെക്കു-പടിഞ്ഞാറൻ അറബിക്കടൽ, വടക്കൻ ആന്ധ്രാപ്രദേശ് തീരം, തെക്കു-പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, തെക്കു-കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന ഭാഗങ്ങൾ, ശ്രീലങ്കൻ തീരം, ഗൾഫ് ഓഫ് മന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഇതിനിടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഹാക്ക് ചെയ്യപ്പെട്ട റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ഫോൺ നമ്പർ ഉൾപ്പെടുന്ന എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും ഹാക്ക് ചെയ്യപ്പെട്ടതായാണ് അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. നിലവിൽ മുന്നറിയിപ്പും ഇതുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജുകൾ അയക്കുവാനോ സ്വീകരിക്കുവാനോ സാധിക്കുന്നില്ല. പ്രശ്നം നിലവിൽ പരിഹരിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതോറിറ്റി ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു.